Hi everyone, welcome to another video of Xylem's Hybrid Campus Tours. അപ്പോൾ നമ്മൾ ഓൾറെഡി കുറേ ക്യാമ്പസ് കണ്ടു. ഇപ്പം ഞാനുള്ളത് നിങ്ങളെൻ്റെ പുറകിൽ കാണുന്നത് ചങ്കുവെട്ടി ജംഗ്ഷനാണ്. ചങ്കുവെട്ടി എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറത്താണ്. മലപ്പുറത്ത് കോട്ടയ്ക്കൽ ചങ്കുവെട്ടിയിൽ നമുക്ക് സൈലത്തിൻ്റെ അടിപൊളി ഹൈബ്രിഡ് ക്യാമ്പസ് ഉണ്ട്. അപ്പോൾ ഈ ക്യാമ്പസ് കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും, കുറേ പേർക്ക് ഇത് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ ഈ ക്യാമ്പസിൻ്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ ക്യാമ്പസ് നിൽക്കുന്നത്. ആൻഡ് ഇന്നിവിടെ നമ്മുടെ കുറേ സൈലമിയൻസ് ഉണ്ട്, നമ്മുടെ പേരൻസ് ഉണ്ട്, അവരെയൊക്കെ നമുക്ക് മീറ്റ് ചെയ്യണം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്നും പിന്നെ ടൗണിൽ നിന്നും ഒക്കെ വളരെ അടുത്താണ്, ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷനിലാണ് നമ്മുടെ ക്യാമ്പസ് ഉള്ളത്. അപ്പോൾ നമ്മളിനി ക്യാമ്പസിലേക്ക് കയറാൻ പോവാണ്. കം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമ്പസിൻ്റെ എൻട്രൻസ്. നമുക്കിനി ലോബി കാണണം. അതിനു മുമ്പ് ഞാൻ കയറി വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചു, ഇതാ ഇവിടെ നമ്മുടെ കോട്ടയ്ക്കൽ ഹൈബ്രിഡ് സെൻറ്ററിൽ നല്ല ഭംഗിയായിട്ട് അവർ ഇന്നിവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മറ്റെവിടെയും ഇങ്ങനെ ഒരു പ്രാക്ടീസ് കണ്ടിട്ടില്ല. പിന്നെ പാരൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിൻ്റെ കാര്യം. അതേപോലെ തോട്ട് ഓഫ് ദി ഡേ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരു കോട്ട് ആൻഡ് ഓൾസോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത ടുഡേ വേൾഡ് സ്റ്റുഡൻസ് ഡേ. അപ്പോൾ നല്ല രസമുണ്ട്, അത് നന്നായി ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഈ എൻട്രൻസിൽ തന്നെ ഇവിടെ ഒരു മിനി ലൈബ്രറി പിന്നെ മെൻറ്റേഴ്സ് ഇരിക്കുന്ന സ്പേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലിഫ്റ്റൊക്കെ വരുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ ഈ ക്യാമ്പസിൽ മുകളിലെ നിലകളിലാണ് ക്ലാസ് റൂംസ്, താഴെയും ഇട്ട് മുകളിലെ നിലകളിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ലോബി കാണാം. ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലോബി. നിങ്ങൾക്ക് അറിയാം സൈലത്തിൻ്റെ എല്ലാ ക്യാമ്പസിലും നമ്മൾ കാണുന്ന സെയിം കളർ തീമുള്ള ലോബി തന്നെയാണ്. ആൻഡ് വി ഹാവ് എ സ്മാർട്ട് സ്ക്രീൻ ഹിയർ. പിന്നെ നമ്മുടെ സ്റ്റാഫൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവരും ഇപ്പം ഇന്നത്തെ മീറ്റിങ്ങിൻ്റെയും പിന്നെ അവരുടെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ മക്കൾക്ക് ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഒക്കെ ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. സോ ഇവിടെ ഒരു ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ട്, നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട. ദെൻ വി ഹാവ് കൗൺസിലിംഗ് റൂംസ്, അഡ്മിഷൻ റൂംസും ഒക്കെ ഇവിടെ തന്നെയുണ്ട്. പിന്നെ സെൻറ്റർ ഹെഡിൻ്റെ ഓഫീസാണിത്. സോ ഇതാണ് നമ്മുടെ ലോബി. നമുക്കിനി ക്ലാസ് റൂംസിൽ പോകണം, കുട്ടികളെ കാണണം ആൻഡ് മുകളിലത്തെ ഫ്ലോർസിലെ വിശേഷങ്ങൾ അറിയണം. സോ നിങ്ങൾ ഈ ഒരു ക്യാമ്പസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം പുറത്ത് ഭയങ്കര ബഹളവും സിറ്റിയുടെ നടുക്ക് തന്നെ ആണെങ്കിലും ഉള്ളിലേക്ക് അതൊട്ടും അറിയുന്നില്ല. വെരി പീസ്ഫുൾ, വെരി കാം. മക്കൾക്ക് നല്ല പീസ്ഫുള്ളായിട്ട് ഇരുന്ന് പഠിക്കാനുള്ള ഒരു എൻവറോൺമെൻറ്റ് ആണ് ഇവിടെ ഉള്ളതെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ഹാവ് എ ലുക്ക് അറ്റ് ദി അതർ ഫ്ലോർസ്. അപ്പോൾ നമ്മളിതാ ടോപ്പ് ഫ്ലോറിൽ എത്തിയിട്ടുണ്ട്. വളരെ വിശാലമായിട്ടുള്ള വെരി സ്പേഷ്യസ് ഫ്ലോർ. ഇവിടെ DTP റൂം ഉണ്ട്. ആൻഡ് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ അവിടെ ഫാക്കൽറ്റി റൂംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, റീഡിംഗ് റൂംസ് ഉണ്ട്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഇവിടെയും മെൻറ്റേഴ്സിൻ്റെ ഡെസ്ക്കാണ്. പിന്നെ നമ്മുടെ ക്ലാസ് റൂംസ് അറിയാലോ, വളരെ വിശാലമായ പീസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ് റൂംസ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ്ലി നമുക്കിതാ ഇവിടെ പ്രെയർ റൂം ഉണ്ട്, അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേറൊരു കാര്യത്തിനും മക്കൾ ഇനി പുറത്തേക്കൊന്നും പോകേണ്ട, ഓൾ ദി ഫെസിലിറ്റീസ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി മക്കൾക്ക് സെൽഫ് സ്റ്റഡി ചെയ്യാൻ പീസ്ഫുള്ളായിട്ട് വന്നിരുന്ന് പഠിക്കണമെങ്കിൽ ഞങ്ങൾ റീഡിംഗ് റൂംസും ഇവർക്കായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ക്ലാസ് റൂമിലേക്ക് കയറാം. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അവരെ ശല്യം ചെയ്യേണ്ട. എംപ്റ്റി ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം നമുക്കൊന്ന് കയറി ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് റൂം. വെരി നല്ല സ്പേഷ്യസ് ആണ് ക്ലാസ് റൂം. അതേപോലെ നമ്മുടെ എല്ലാ ക്ലാസ്സസിലുമുള്ള ഫീച്ചേഴ്സ് ആയിട്ടുള്ള ഹൈടെക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ഇവിടെ. സ്മാർട്ട് ബോർഡ്സ് ഉണ്ട്, പ്രൊജക്ടേഴ്സ് ഉണ്ട്, എയർ കണ്ടീഷൻ ക്ലാസ് റൂംസ് ആണ്. പിന്നെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാനും എല്ലാം നിരീക്ഷിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ CCTV ക്യാമറാസ് എൻറ്റയർ ക്യാമ്പസിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാമ്പസിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു, നമ്മൾ ക്ലാസ് റൂമും കണ്ടു. പക്ഷേ ഞാൻ പറഞ്ഞു ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലാസ് റൂമാണ്, ടെക്നോ സാവിയാണ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നമുക്കൊന്ന് സർപ്രൈസ് ആയിട്ട് കയറി നോക്കിയാലോ നമ്മുടെ മലപ്പുറത്തെ നമ്മുടെ ക്യാമ്പസിൽ എങ്ങനെയാണ് ക്ലാസ് നടക്കുന്നത് എന്നുള്ളത്. ലെറ്റ്സ് ഗോ ഹാവ് എ ലുക്ക്. അപ്പോൾ നിങ്ങൾക്കും കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് നമ്മുടെ മക്കൾ ഇത്ര അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുന്നത് എന്നുള്ളത്. കം. ഹായ് സർ. ഹായ് ഫ്യൂച്ചർ ഡോക്ടർ. എങ്ങനെയുണ്ട് ക്ലാസ്സൊക്കെ? ടീച്ചേഴ്സൊക്കെ സെറ്റ് അല്ലേ? അടിപൊളിയല്ലേ? യെസ്, നല്ല ഫ്രണ്ട്ലി നല്ല വൈബ് ടീച്ചേഴ്സ് അല്ലേ? ക്ലാസ് റൂം ഒക്കെ ഇഷ്ടമാണോ എല്ലാവർക്കും? യെസ്, കംഫർട്ടബിൾ ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ മിസ് വന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളെ ഇൻ്റർവ്യൂ ചെയ്യും. അടുത്ത വർഷം ഈ സമയത്ത് ഇവർ എവിടെയാണെന്നറിയോ സർ? അതായത് ഇവർ അഡ്മിഷനൊക്കെ കിട്ടി കയറി കഴിയുമ്പോൾ നിങ്ങളുടെ വൈറ്റ് കോട്ട് സെറിമണി നടക്കുന്ന സമയമാണിപ്പോൾ. ക്ലാസ് തുടങ്ങി ഒരാഴ്ചക്ക് കഴിയുമ്പോൾ ഒരു വൈറ്റ് കോട്ട് സെറിമണി ഉണ്ട്. ആദ്യം നിങ്ങൾക്ക് കോട്ടാ തരാം, സ്റ്റെത്തൊക്കെ പിന്നെയാ തരാം. അപ്പോൾ വൈറ്റ് കോട്ടൊക്കെ ഇട്ട് നിങ്ങളിങ്ങനെ നിൽക്കുമ്പോൾ മിസ് വിളിക്കും, ഹലോ ദിസ് ഇസ് ശ്രുതി മാം ഫ്രം സൈലം, ഒരു ഇൻ്റർവ്യൂ തരുമോ? ഓക്കെ, അപ്പം തരണം കേട്ടോ. ഏത് കോളേജിൽ പോകാൻ ആഗ്രഹം എല്ലാവർക്കും?
എയിംസ്, ഓ മൈ ഗോഡ്. അപ്പോൾ നമ്മുടെ മലപ്പുറം ക്യാമ്പസിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടു. എല്ലാ ഫീച്ചേഴ്സും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. മലപ്പുറത്തും അതേപോലെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉള്ള മക്കൾക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള ലൊക്കേഷനിലാണ് ക്യാമ്പസ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ വന്നു പോയി പഠിക്കുന്ന ഒരുപാട് മക്കളുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ ഡേ സ്കോളേഴ്സ് ആയിട്ട് വരുന്നവർക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാവുന്ന ലൊക്കേഷനാണ്. പ്ലസ് ഹോസ്റ്റൽ ഫെസിലിറ്റി വേണ്ടവർക്ക് ക്യാമ്പസിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ ക്യാമ്പസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്കറിയാം സൈലത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ. ഈ വർഷം എക്സാം പാറ്റേണിലൊക്കെ ഒരുപാട് മാറ്റമുള്ളത് കൊണ്ട് തന്നെ NCERT നല്ല ഭംഗിയായി പഠിക്കാൻ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് NCERT ക്രാക്കറും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം NCERT ക്രാക്കറും അതേപോലെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസും മൈൻഡ് മാപ്സും ഒക്കെ നമ്മുടെ ക്യാമ്പസിൽ അവൈലബിൾ ആണ്. അപ്പോൾ പാരൻസ് ഒക്കെ വരുമ്പോൾ ഈ ഫെസിലിറ്റീസ് ഒക്കെ ഒന്ന് നോക്കുക, ഫീച്ചേഴ്സൊക്കെ കാണുക. പിന്നെ നമ്മുടെ ബാച്ചസിൽ പഠിക്കുന്ന എല്ലാവർക്കും നമ്മുടെ ഓൺലൈൻ ആപ്പ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള AI ഗുരു, ഇൻഫിനിറ്റി പ്രാക്ടീസ്, അതേപോലെ എക്സാം സീരീസ്, ഇതൊക്കെ ആപ്പിലെ ഫീച്ചേഴ്സൊക്കെ അവർക്കും ആക്സസിബിൾ ആണ്. പ്ലസ് ഇവിടെ നമ്മൾ ഹൈബ്രിഡ് സിസ്റ്റം ആണല്ലോ ഫോളോ ചെയ്യുന്നത്. സോ 1 ഡേ ഓൺലൈനായിട്ടാണ് അവർ പഠിക്കുക. ഇപ്പോൾ റെക്കോർഡഡ് വീഡിയോസ് കാണാൻ ആ വീഡിയോസൊക്കെ അവർക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ആൻഡ് 1 ഡേ ഓഫ്ലൈനായിട്ട് അവർ ക്യാമ്പസിൽ വന്നിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യും. സോ സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും നല്ലപോലെ യൂസ് ചെയ്ത് ഏറ്റവും അടിപൊളിയായിട്ട് മക്കൾക്ക് പഠിക്കാനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളുടെ ഈ ക്യാമ്പസിലുണ്ട്. അപ്പോൾ നമ്മുടെ ചങ്കുവെട്ടി ക്യാമ്പസ് നമ്മുടെ മലപ്പുറത്തുള്ളവർക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ നാട്ടിലാണ്, അപ്പോൾ ഇവിടെ വന്ന് കാണുക, ക്യാമ്പസ് കാണുക. ആൻഡ് നീറ്റ് ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന മക്കളൊക്കെ എത്രയും പെട്ടെന്ന് വന്ന് അഡ്മിഷൻ എടുക്കുക. സോ നമുക്കിനി അടുത്ത ക്യാമ്പസ് വിശേഷങ്ങളായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.